ജനനായകൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മൊത്തം ജനനായകനാണ്. ആ നായകൻ പ്രവർത്തിച്ച് അയാളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അതിന്റെ ഫലം മേടിക്കാനായിട്ട് പണ്ട് കാരണന്മാര് പറയാറുണ്ട്, കടന്നൂല് വേലെടുത്തിട്ട് ആ തരം ഒരു കാരണവശാലും പാടില്ല. ഞാൻ പറവൂർ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, വാർഡ് പ്രസിഡന്റാണ്. അതിന്റെ പേരിൽ എൻ്റെ ജനനായകന്, നമ്മുടെ കേരളത്തിലെ ജനനായകൻ വി ഡി സതീശൻ തന്നെയാണ്. മുഖ്യമന്ത്രിയും അയാൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സമര പരിപാടികളായിട്ട് പോകാൻ വേണേങ്ങ. പുള്ളി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരണം. കാരണം ഈ 140 നിയോജക മണ്ഡലത്തിലും പുള്ളി അത്രയും പണിയെടുത്ത് അത്രയും നല്ല രീതിയിൽ ഈ 102 കേരളത്തിൽ ഒരു നേതാവ് മാത്രമാണ് 100 സീറ്റ് അധികാരത്തിൽ വരുള്ളൂ എന്ന് പറഞ്ഞത്. 100+ എന്നാണ് പുള്ളി എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ 102 സീറ്റോടും കൂടി അധികാരത്തിൽ വന്നു. അത് 100% അതിന്റെ ക്രെഡിറ്റ് വി ഡി സതീശന് അർഹതപ്പെട്ടാണ്. അയാൾക്ക് അർഹതപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം ഹൈക്കമാൻഡിൽ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. അതുകൂടാതെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും നിലപാട് അറിയിച്ചേക്കണ ഒരു പൊളിറ്റീഷ്യൻ വേറെ ഉണ്ടായിട്ടില്ല അല്ലേ? ഏത് കാര്യത്തിനായാലും പുള്ളി പറഞ്ഞ എന്താ പറഞ്ഞേ, 1-2 വോട്ടിന് വേണ്ടി വർഗീയതയിൽ വെള്ളം ചേർക്കാനായിട്ട് ഞങ്ങൾ കിട്ടില്ല. അത് തോറ്റാലും ശരിയാണ്, ഇല്ലെങ്കിൽ ശരിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു, വി ഡി സതീശൻ പിണറായി വിജയനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മൺമറിഞ്ഞു പോകും. പക്ഷെ ഇവിടെ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബം ജീവിക്കാനായിട്ട്, അത് മതേതരത്വത്തിൽ വർഗീയ വിശേഷം ചീറ്റാത്ത തരത്തിൽ ജീവിക്കാനായിട്ടാണ് വോട്ട് വെച്ചത്. അത് ആണ് ജനങ്ങൾ മനസ്സ് സ്വീകരിച്ചത്. അല്ലാതെ ഇവിടെ ഇവര് പറയുന്ന മാതിരി ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുന്നത്, ഭരണവിരുദ്ധ വികാരം ഇല്ലാണ്ട് പിന്നെ ആരെങ്കിലും ഇവിടെ വോട്ട് ചെയ്യുമോ? ഇല്ലല്ല. അപ്പൊ ഏതായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ ബാക്കി നോക്കാൻ പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും പൊതുവായ രീതിയിൽ കൊണ്ടുപോകാനും പറ്റിയൊരു മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ MLA വി ഡി സതീശൻ. അപ്പൊ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നുള്ളതാണ്. പട നയിച്ചവനാണ് ഈ നാട് നയിക്കേണ്ടത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ ഒരു പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഈ ആവേശത്തോടെ ഇവിടെ നിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു ആർജവം ഉണ്ടാക്കി തന്നത് ഈ വി ഡി സതീശൻ നേതാവിലൂടെയാണ്. ഈ വി ഡി സതീശനാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങൾക്ക് ഇത് എവിടെയും തുറന്നു പറയാനായിട്ട് ഒരു മടിയില്ല. ഈ വി ഡി സതീശൻ ഇല്ലെങ്കിൽ നാളെ ഈ കോൺഗ്രസ് എന്താവുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഭയത്തിലാണ്, ഞങ്ങൾ പ്രവർത്തകർ ഭയത്തിലാണ്. CM ആയിട്ട് വന്നാൽ മാത്രമേ എനിക്ക് പറയാനുള്ളത്, ഒരു കുടക്കീഴിൽ നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ ആ കുട ചൂടിക്കൊടുക്കാനുള്ള പക്വതയുള്ള ഒരു നേതാവാണ് വി ഡി സതീശൻ. കിട്ടിയിറക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. സാറ് ഏറ്റെടുത്ത എല്ലാ നേതൃത്വം ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും 100% വിജയിപ്പിച്ചതാണ് സാറ്. സാറ് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. കേരളം വോട്ട് ചെയ്തത് വി ഡി സതീശന്റെ വാക്കുകൾക്കാണ്. അപ്പൊ വി ഡി സതീശനാണ് കേരളം നയിക്കേണ്ടത്. പുള്ളി സ്റ്റേജായിട്ട് ഇത്രയും നാള് നയിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉന്നത വിജയം നേടാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. 5 വർഷം ഇതിനു മുൻപ് ഒരു പ്രതിപക്ഷ നേതാവ് നമ്മളെ നയിച്ചിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം 8 സീറ്റ് LDFന് കൂടുതലാണ് ഉണ്ടായത്. പക്ഷെ ഇദ്ദേഹം വന്നതിന് ശേഷം എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് നയിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം നമുക്ക് കിട്ടിയിരിക്കുന്നത്. പറയുന്ന വാക്ക് പ്രാവർത്തികമാക്കുന്ന ഒരു നേതാവാണ് വി ഡി എസ്. വി ഡി എസ് തന്നെ ആയിരിക്കും അടുത്ത CM. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിലപാടുകൾ, മന്ത്രിസഭയിലെ നിലപാടുകളോടുകൂടി സംസാരിക്കുന്ന നേതാവാണ് യഥാർത്ഥ നേതാവ്. വി ഡി സതീശനായിരിക്കണം അടുത്ത CM. ഞങ്ങളെല്ലാവരുടെയും ഓരോരുത്തരുടെ എല്ലാവരുടെ ആഗ്രഹം വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം.